ഇന്നുള്ളത് അബുദാബിയിലാണ്. അബുദാബിയിലെ കോർണിഷ് റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിന്റെ അവസാനത്തിൽ അബുദാബിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരിടത്തേക്കാണ് ഇന്നത്തെ യാത്ര. പ്രശസ്തമായ എമിറേറ്റ്സ് പാലസ് ഹോട്ടലാണ് നേരെ കാണുന്നത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് അതാണ് ഡെസ്റ്റിനേഷൻ എന്ന്. പിന്നെയാണ് മനസ്സിലായത് ഇത് എമിറേറ്റ്സ് പാലസ് ഹോട്ടലാണെന്നും പോവേണ്ട സ്ഥലം അതല്ല എന്നും. ശരിക്കും അതൊരു ലക്ഷറി 5 സ്റ്റാർ ഹോട്ടലാണ്. എമിറേറ്റ്സ് പാലസ് എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം കരുതിയത് രാജാവൊക്കെ താമസിക്കുന്ന സ്ഥലമാണെന്നാണ്. ഖാസർ അൽ വാദൻ പ്രസിഡൻഷ്യൽ പാലസിന്റെ മെയിൻ ഐക്കോണിക് കവാടമാണ് ആ കാണുന്നത്. കുറെ വഴിയൊക്കെ തെറ്റി അവസാനം ഗൂഗിൾ ചേച്ചി ഞങ്ങളെ ഇവിടെ എത്തിച്ചു. കവാടം അതാണെങ്കിലും പാർക്കിങ്ങിലേക്ക് റൗണ്ട് അബൌട്ട് ഫസ്റ്റ് എക്സിറ്റ് എടുത്തു വേണം പോകാനെന്ന് വിസിറ്റർ എൻട്രി എന്ന ബോർഡ് കണ്ടുകൊണ്ട് മനസ്സിലായി. വിശാലമായ പാർക്കിംഗ് ഫെസിലിറ്റി തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വീക്ക് ഡേ ആയതുകൊണ്ടാണോ നട്ടുച്ച നേരം ആയതുകൊണ്ടാണോ എന്നറിയില്ല, പാർക്കിംഗ് ഒക്കെ കാലിയായിരുന്നു. പാർക്കിങ്ങിൽ നിന്ന് ഒരല്പം നടന്നാൽ ടിക്കറ്റ് കൗണ്ടറിൽ എത്താം. തിരക്കുള്ള സമയങ്ങളിൽ ഓൺലൈൻ ബുക്കിംഗ് ആണ് കൺവീനിയന്റ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ ഇവിടെ ഓപ്പൺ ആണ്. 65 ദിർഹംസ് മുടക്കി ടിക്കറ്റ് എടുത്താൽ എത്ര നേരം വേണമെങ്കിലും ഇവിടെ ചിലവഴിക്കാം. ടിക്കറ്റ് എടുത്ത് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് ഉള്ളിലെത്തിയപ്പോൾ ഷട്ടിൽ ബസ് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ബസ് പ്രസിഡൻഷ്യൽ പാലസിന്റെ മുറ്റത്ത് സന്ദർശകരെ എത്തിക്കും. 3,80,000 സ്ക്വയർ മീറ്റർ നിറഞ്ഞു നിൽക്കുന്ന കോംപ്ലക്സ് ആണിത്. 2010 തുടങ്ങി 2017 ഈ കോംപ്ലക്സിന്റെ പണി പൂർത്തിയായത്. 2019 മാർച്ച് മുതലാണ് ഈ കൊട്ടാരം പബ്ലിക്കിന് വേണ്ടി തുറന്നുകൊടുത്തത്. കൊട്ടാരത്തിന് ചുറ്റും മനോഹരമായ പൂന്തോട്ടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. UAE അവിശ്വസനീയമായ നാഴികക്കല്ലാണ് ഖാസർ അൽ വാദൻ അഥവാ പ്രസിഡൻഷ്യൽ പാലസ്. UAE ഉള്ളവരും UAE സന്ദർശിക്കാൻ വരുന്നവരും ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒന്നാണ് അബുദാബിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലസ്. അറബ് പൈതൃകത്തെക്കുറിച്ചും UAE ചരിത്രത്തെക്കുറിച്ചും അതിന്റെ ഭാവി രൂപപ്പെടുത്തിയ ഭരണ തത്വങ്ങളെക്കുറിച്ചും ലോകത്തിന് മുന്നിൽ ആദ്യ ഉൾക്കാഴ്ച നൽകുകയാണ് അറിവ് നിറഞ്ഞ ഈ കൊട്ടാരം. ഭരണം, അറിവ്, കരകൗശല നൈപുണ്യം എന്നിവ വെളിപ്പെടുത്തുന്ന സമകാലിക പശ്ചാത്തലത്തിലുള്ള സമ്പന്നമായ യാത്രയ്ക്കൊരുങ്ങുകയാണ് ഈ കവാടം കടക്കുമ്പോൾ തന്നെ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കൊട്ടാരങ്ങളിൽ ഒന്നായ പ്രസിഡൻഷ്യൽ പാലസിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. രാഷ്ട്രത്തിന്റെ കൊട്ടാരം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഭക്ഷണം, മൂർച്ചയുള്ള ആയുധങ്ങൾ, വലിയ ബാഗ് മുതലായവയൊന്നും അകത്തേക്ക് കയറ്റില്ല. അതുപോലെ തന്നെ ഡ്രസ്സിങ്ങും ശ്രദ്ധിക്കണം. ഷോർട്ട് ആൻഡ് എക്സ്പോസ്ഡ് ഡ്രസ്സിംഗ് ഇവിടെ എന്റർടൈൻ ചെയ്യുന്നില്ല. 15 ഇഞ്ചിന് മുകളിൽ വലുപ്പമുള്ള ട്രൈപോഡുകൾക്കും നിയന്ത്രണമുണ്ട്. അങ്ങനെ 2-3 മിനിറ്റ് പൂന്തോട്ടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ബസ് കൊട്ടാരമുറ്റത്തെത്തി. കൊട്ടാരത്തിന്റെ രൂപകൽപ്പന കണ്ടാലറിയാം. ഈ അത്ഭുതത്തിനായി തങ്ങളാൽ കഴിയുന്നതെല്ലാം UAE ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഘടനയും തുറന്ന ഹാളുകളും എമിറാത്തി സംസ്കാരത്തിന്റെ തുറന്ന താളുകളാകുന്നു. ഔട്ട്ഡോറിലെ വെട്ടിത്തിളങ്ങുന്ന മാർബിൾ ഫ്ലോറിംഗ് കാണുമ്പോൾ തന്നെ ഉള്ളിൽ എന്തൊക്കെ കാണാനുണ്ടാവും എന്ന എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. വിജ്ഞാനത്തിന്റെ വിവിധ മേഖലകളിലേക്കുള്ള അറബ് സംഭാവനകൾ ഈ കൊട്ടാരം എടുത്തു കാണിക്കുകയും ഔദ്യോഗിക ഉച്ചകോടികൾക്കായി സാധാരണയായി റിസർവ് ചെയ്തിരിക്കുന്ന ഹാളുകളിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കൂറ്റൻ കവാടം കടന്നാണ് പാലസിന്റെ ഉള്ളിലേക്ക് എത്തുന്നത്. ഈ കവാടം കടന്നാൽ കാണുന്നതാണ് ദ ഗ്രേറ്റ് ഹാൾ. പരമ്പരാഗത അറേബ്യൻ കരകൗശലത്തിന്റെയും കലയുടെയും യഥാർത്ഥ സാക്ഷ്യത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അറബ് വാസ്തുവിദ്യയും കലാപരമായ പൈതൃകങ്ങളും ഉറ്റുനോക്കുന്ന ഒരു കാഴ്ച തന്നെയാണിത്. നടുവിലായി കാണുന്ന താഴികക്കുടവും കമാനപാതകളും മുതൽ അലങ്കാരങ്ങളും മൊസൈക് പാറ്റേണുകളും വരെ ദ ഗ്രേറ്റ് ഹാൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇവിടുത്തെ ലൈറ്റിങ്ങും ഷാൻലിയേഴ്സും ഒരു രക്ഷയില്ല. ഇതൊക്കെ ഇതിന്റെ ആർക്കിടെക്ചറിനെ കൂടുതൽ പൊലിമയുള്ളതാക്കുന്നു. ഈ കൊട്ടാരത്തിന്റെ കേന്ദ്ര ഹൃദയം ഈ ഹാൾ തന്നെയാണ്. മനോഹരമായി അലങ്കരിച്ച മാർബിൾ ചുവരുകൾ ഇവിടം വ്യത്യസ്തമാക്കുന്നു.
സീലിംഗിൽ ഭീമാകാരമായ വെളുത്ത താഴികക്കുടങ്ങൾ, ഏകദേശം ഇതിന് ഒരു 37 മീറ്റർ വ്യാസമെങ്കിലും ഉണ്ടാവും. ഈ ഹാളിന്റെ ഓരോ കോർണറിലും മിറേർഡ് ക്യൂബുകൾ കാണാം. അതിനുള്ളിൽ കയറിയാൽ ഗ്രേറ്റ് ഹാളിന്റെ വിസ്മയിപ്പിക്കുന്ന വിശദാംശങ്ങൾ ഡിജിറ്റലി അറിയാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ കണ്ണാടി ക്യൂബുകൾ മുറിയിലെ വെളിച്ചം കൂട്ടുന്നു. ഖാസിർ അൽവാദൻ ലൈബ്രറിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ദ പവർ ഓഫ് വേർഡ്സ് എന്ന് പേരിട്ട് വിളിക്കാവുന്ന അതിമനോഹരമായ ശിലയുണ്ട്. സ്വർണ്ണ നിറത്തിലുള്ള ഇതിൽ UAEയുടെ സ്ഥാപക പിതാവായ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ വചനങ്ങളാണ് കാലിഗ്രഫി രൂപത്തിൽ എഴുതിയിരിക്കുന്നത്. എമിറാത്തി ശില്പിയായ മാത്തർ ബിൻ ലാഹജ് ആണ് ഇതിന്റെ രൂപകൽപ്പന. വെൽത്ത് ഈസ് നോട്ട് മണി ഓർ ഓയിൽ. വെൽത്ത് lies in people and it is worthless if not dedicated to serve the people എന്ന അർത്ഥം വരുന്ന മഹത് വചനങ്ങൾ അറബിക് കാലിഗ്രഫിയായി ഇവിടെ തിളങ്ങുന്നു. UAE കുറിച്ചുള്ള പുസ്തകങ്ങളും കയ്യെഴുത്തു പ്രതികളും ഒക്കെ അടങ്ങുന്ന വിപുലമായ ശേഖരം തന്നെ ഇവിടെയുണ്ട്. മനുഷ്യ നാഗരികതയിലും പുരോഗതിയിലും അറേബ്യൻ സ്കോളേഴ്സിന്റെ മഹത്തായ സ്വാധീനം കണ്ടെത്തുകയാണ് ഹൗസ് ഓഫ് നോളജ് എന്ന ഭാഗം. ശാസ്ത്രം, കല, സാഹിത്യം തുടങ്ങി അറബ് മേഖലയുടെ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകളിലേക്ക് വെളിച്ചം വീശുന്ന പുരാവസ്തുക്കളുടെയും കയ്യെഴുത്തു പ്രതികളുടെയും വിപുലമായ ശേഖരം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. UAEയുടെ രാഷ്ട്രീയ ജീവിതം ഗവേൺ ചെയ്യുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഫെഡറൽ സുപ്രീം കൗൺസിൽ അടങ്ങിയിരിക്കുന്ന 7 മെമ്പേഴ്സിൽ നിന്ന് 5 വർഷം കൂടുമ്പോൾ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു. ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റാണ് എല്ലാ അന്താരാഷ്ട്ര നയതന്ത്രങ്ങളും നിയന്ത്രിക്കുന്നത്. ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, എന്നെ ഏറെ എക്സൈറ്റഡ് ആക്കിയ ഒരു ഏരിയയ്ക്കാണ് നമ്മളിപ്പോ പോകുന്നത്. പ്രസിഡൻഷ്യൽ ഗിഫ്റ്റ്. UAE ലോകവും തമ്മിലുള്ള ഇച്ഛാശക്തിയുടെ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്ന സമ്മാനങ്ങളുടെ ഒരു പെർഫെക്റ്റ് കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. സാംസ്കാരിക വിനിമയത്തിന്റെയും അന്തർദേശീയ നയതന്ത്രത്തിന്റെയും ഊർജ്ജസ്വലമായ ഈ പ്രദർശനം UAEക്ക് ലഭിച്ച ഏറ്റവും പ്രിയപ്പെട്ട നയതന്ത്ര സമ്മാനങ്ങളിൽ ചിലത് നമുക്ക് അടുത്തറിയാനുള്ള അവസരമാണ് നൽകുന്നത്. നയതന്ത്ര സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാംസ്കാരിക പരിഗണനകളെക്കുറിച്ചും പ്രോട്ടോകോളുകളെ കുറിച്ചൊക്കെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. ഇതുപോലുള്ള സമ്മാനങ്ങൾ ഓരോ രാജ്യത്തിന്റെയും സംസ്കാരവും സാമ്പത്തിക അടിത്തറയും തുറന്നു കാണിക്കുന്നുണ്ട്. ചില സമ്മാന കാഴ്ചകൾ ഒന്ന് കണ്ടുനോക്കാം. തനി സ്വർണത്തിൽ ഉണ്ടാക്കി വെച്ച പലതുമാണ് ഇവിടെ കാണാൻ പറ്റിയിരുന്നത് കേട്ടോ. വാളും പരിചയവും മാത്രമല്ല, കുവൈറ്റ്, ബഹറിൻ നിന്നൊക്കെ കിട്ടിയ റൈഫിളും ഇവിടെ കളക്ഷനിലുണ്ട്. സ്വർണം കൊണ്ടൊക്കെ റൈഫിൾ ഉണ്ടാക്കിയിരിക്കുന്നു. എന്താലേ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റിയുടെ ഉപഹാരം. സെർബിയ, തുർക്ക്മെനിസ്ഥാൻ, നെതർലാൻഡ്, സ്പെയിൻ, ഉക്രൈൻ തുടങ്ങി പല രാജ്യങ്ങളുടെ സൗഹൃദ സമ്മാനങ്ങൾ ഇവിടെ കാണാൻ പറ്റിയത് വലിയ അനുഭവമായിരുന്നു. ഗോൾഡൻ പാതിലുകളും ഹാൻഡ് റെയിലുകളും കടന്ന് നേവി ബ്ലൂ നടപ്പാതയിലൂടെ പോകുമ്പോൾ ഒരു അത്ഭുത ലോകം കാണാം. UAEയുടെ ഭാവി തീരുമാനിക്കപ്പെടുന്ന ഈ സ്ഥലത്തെ സ്പിരിറ്റ് ഓഫ് കൊളാബറേഷൻ എന്ന് വിളിക്കാം. ഇവിടെയാണ് ഫെഡറൽ സുപ്രീം കൗൺസിൽ, അറബ് ലീഗ്, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ അഭിലാഷങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും അജണ്ടകൾ നിശ്ചയിക്കുന്നതിനും മുന്നോട്ടുള്ള വഴി ഡിസ്കസ് ചെയ്യാനുമൊക്കെ ഒത്തുചേരുന്നത്. നമ്മുടെ നാട്ടിലെ നിയമസഭാ മന്ദിരം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നേതാവും മറ്റുള്ളവരെക്കാൾ പ്രധാനമല്ലെന്ന് കാണിക്കുന്ന കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഇതിന് വൃത്താകൃതിയുള്ള രൂപകൽപ്പന. സമത്വത്തിനും പ്രകാശത്തിനുമുള്ള UAEയുടെ പ്രതിബദ്ധതയെ പ്രതീകപ്പെടുത്തുന്ന ഈ മുറിയുടെ ഐക്കോണിക് മുഖച്ഛായ വൃത്താകൃതിയിലുള്ള ലേഔട്ടും പിന്നെ ഈ ഷാൻലിയറുമാണ്. 12 ടൺ ഭാരവും 3,50,000 ക്രിസ്റ്റൽസും ഉപയോഗിച്ച് ഈ വാസ്തുവിദ്യാ വിസ്മയം ഒരു സിംഗിൾ പോയിന്റിലാണ് തൂങ്ങിക്കിടക്കുന്നത്. ഈ രാജ്യം ലോകത്തെ എങ്ങനെ ആതിഥ്യം അരുളുന്നു എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ദ പ്രസിഡൻഷ്യൽ ബാങ്ക്വറ്റ്. ഇവിടെ ലോകമെമ്പാടുമുള്ള നേതാക്കൾക്ക് എമിറാത്തി തനത് രുചിയോടെയുള്ള ഭക്ഷണം വിളമ്പാൻ സജ്ജീകരിച്ച വിരുന്ന് ഹാളാണ്. വെള്ളി കൊണ്ടും ക്രിസ്റ്റൽ കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളുടെ ശേഖരവും അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രൗഢിയുമാണ് എന്നെ ആകർഷിച്ചത്. ഇതാണ് അൽ ബർസ മജ്ലിസ്. 300 അതിഥികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മജ്ലിസാണിത്. ആകർഷകമായ ഷാൻലിയേഴ്സും സ്വർണ്ണ ഫിനിഷും ഇതിന് പ്രൗഢിയിലാക്കുന്നു. ഗ്രേറ്റ് ഹാൾ കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കൊട്ടാരത്തിലെ ഏറ്റവും വലിയ മുറി. ഗൾഫ് രാജ്യങ്ങളിലെ വേരൂന്നിയ സാംസ്കാരിക പാരമ്പര്യമാണ് മജ്ലിസ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എവിടെ നോക്കിയാലും ഗംഭീര വാസ്തുവിദ്യ, കൂറ്റൻ ചുവർ ചിത്രങ്ങൾ, താഴികക്കുടങ്ങൾ, തിളങ്ങുന്ന മാർബിൾ തറകൾ, വലിയ ഹാളുകൾ, എണ്ണമറ്റ ഷാൻലിയേഴ്സ്. ശരിക്കും ഇതൊക്കെ ഒരു അത്ഭുതമായി തോന്നുന്നു.
ഖാസിർ അൽവാദൻ എന്നാൽ പാലസ് ഓഫ് ദി നേഷൻ എന്നാണ് അർത്ഥം. ഒരു രാജ്യത്തിന്റെ കൊട്ടാരം അതിന്റെ എല്ലാ അർത്ഥത്തിലും UAE മനോഹരമാക്കിയിട്ടുണ്ട് എന്നതാണ് സത്യം. ഇതിന്റെ എല്ലാ കോണുകളും മുക്കും മൂലയും ഒക്കെ കണ്ടു തീർക്കണമെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം ഇവിടെ ചെലവഴിച്ചേ മതിയാവും. പരമ്പരാഗത അറേബ്യൻ ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ ഡീറ്റെയിലിംഗ് എത്ര മനോഹരമാണെന്ന് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. വെളുത്ത മാർബിൾ, സങ്കീർണമായ വിശദാംശങ്ങൾ, കല, ജോമെട്രിക് പാറ്റേൺസ് എന്നിവയൊക്കെ ക്ലാസിക് അറബിക് ശൈലിയെ ഓർമ്മിപ്പിക്കും. ഒരു കൊട്ടാരത്തിന്റെ വാഷ്റൂം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ നേരം വാഷ്റൂമിന്റെ ഭംഗി കൂടി ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. എക്സ്പെക്ടേഷൻ ഒട്ടും തെറ്റിച്ചില്ല, ലക്ഷറി തന്നെയായിരുന്നു. പാലസിൽ നിന്ന് എക്സിറ്റ് അടിക്കുന്നിടത്ത് സന്ദർശകർക്ക് വേണ്ടി സൗവനിയർ ഷോപ്പും കോഫി ഷോപ്പും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ റേറ്റ് കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. 1,00,000 ദിർഹംസ് കൂടുതൽ വിലമതിക്കുന്ന വാച്ചുകളും വാലറ്റുകളും ഒക്കെയാണ് ഇവിടെയുള്ളത്. വെറുതെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത്. ഈ മനോഹാരിത ആസ്വദിച്ച് സംസാരിച്ചിരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ കണക്കാക്കി കസേരകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. സൂര്യാസ്തമയ സമയത്ത് പാലസിന് വല്ലാത്തൊരു ഭംഗി എനിക്ക് തോന്നി. ഇരുട്ടാവാറായപ്പോഴേക്കും ലൈറ്റ്സ് ഒക്കെ കത്തി തുടങ്ങിയിരുന്നു. കൊട്ടാരം അടയ്ക്കാറായിട്ടും പിന്നെയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. സൂര്യാസ്തമയത്തിനു ശേഷം ഓരോ 30 മിനിറ്റിലും പ്രധാന കൊട്ടാരത്തിനു മുന്നിൽ UAEയുടെ യാത്ര അവതരിപ്പിക്കുന്ന മനോഹരമായ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. വളരെ വൈകിയതിനാലും തിരിച്ചു ദുബായ് എത്തേണ്ടതിനാലും ആ കാഴ്ച മിസ്സായി. അപ്പോ ഇതൊക്കെയാണ് ഞാൻ കണ്ട പ്രസിഡൻഷ്യൽ പാലസിലെ വിശേഷങ്ങൾ. പുതിയ വിശേഷവും അറിവുമായിട്ട് വീണ്ടും കാണാം.